സർവകലാശാല ഭരണത്തിൽ വീണ്ടും ഇടപെടലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോട് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകണമെന്ന് മന്ത്രിയുടെ കത്ത്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സർവകലാശാല അധികൃതർക്കെതിരെ നൽകിയ പരാതിയിലാണ് ഹിയറിംഗിന് രജിസ്ട്രാറെ വിളിപ്പിച്ചത്. അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ ജൂൺ 4-ന് ഹാജരാകാനാണ് കത്തിലെ ആവശ്യം. എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സാങ്കേതിക സർവകലാശാലയിലെ രജിസ്ട്രാറോടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അഡീഷണൽ സെക്രട്ടറിയുടെ മുൻപാകെ ഹാജരാകണം, ചില പരാതികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള വിവാദങ്ങളും അതിൻ്റെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ തുടരുന്നതിനിടയിലും അതൊരു വലിയ വിവാദമായ സാഹചര്യത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ മന്ത്രി തന്നെ നേരിട്ട് ചില ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയും ഇടപെടലും ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോട് നേരിട്ട് ഹാജരാകണമെന്നുള്ളതാണ്. അതും അഡീഷണൽ സെക്രട്ടറിയുടെ അടുത്ത് ജൂൺ 4-ാം തീയതി എത്തി ഹിയറിംഗിന് ഹാജരാകണമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രജിസ്ട്രാർക്ക് സർവകലാശാലയ്ക്ക് എത്തിയിട്ടുള്ള കത്തിൽ പറയുന്നത്. നിലവിൽ ചട്ടപ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുക്കലേക്കോ അഡീഷണൽ സെക്രട്ടറിയുടെ അടുക്കലേക്കോ രജിസ്ട്രാർ പോകേണ്ട ചട്ടങ്ങളില്ല. നിലവിൽ എന്തെങ്കിലും അത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിൽ ആ പരാതി പിന്നീട് പരിശോധിക്കുക ചാൻസലർ കൂടിയായ ഗവർണറാണ്. ഗവർണറുടെ മുൻപാകെ ആയിരിക്കും ആ പരാതി എത്തുകയും ഇത്തരത്തിൽ രജിസ്ട്രാറെയോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും, അത് VC ആണ് എങ്കിൽ പോലും വിളിച്ചു വരുത്താനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനോ അതിന് ചുമതല ഉള്ളത് അല്ലെങ്കിൽ അതിന് അവകാശമുള്ളത് അല്ലെങ്കിൽ അതിന് ചാർജ് ഉള്ളത് ചാൻസലർ കൂടിയായ ഗവർണർക്കാണ്. അത് മറികടന്നുകൊണ്ടാണ് VC കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത്. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനും ഒപ്പം തന്നെ അധികാരം സ്ഥാപിക്കാനുമുള്ള സർവകലാശാല ഭേദഗതി ബില്ലടക്കം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കി ഗവർണറുടെ മുൻപാകെ നൽകി ഈ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞതിനൊരു അംഗീകാരം ലഭിക്കാതെ അല്ലെങ്കിൽ നിയമമായി മാറുന്നതിന് മുൻപ് തന്നെയാണ് മന്ത്രി ഇത്തരത്തിലൊരു ഇടപെടൽ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നേരിട്ട് അധികാരം ലഭിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ബില്ലാണ് എത്തിയിട്ടുള്ളത്. ആ ബില്ല് നിയമമാകുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ഒരു നടപടി മന്ത്രി തന്നെ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിലൊരു തെളിവെടുപ്പോ ഹിയറിങ്ങോ ഒന്നും നടത്താനുള്ള അവകാശം പോലും മന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ്. അതിൽ അഡീഷണൽ സെക്രട്ടറിയേക്കാൾ ഉയർന്ന പദവിയിലുള്ളൊരു വ്യക്തിയാണ് ഒരു സർവകലാശാല രജിസ്ട്രാർ. അത് റാങ്ക് കൊണ്ടും ശമ്പളം കൊണ്ടും ഒക്കെ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് സ്ഥാനം കൊണ്ട് താഴെയുള്ള അഡീഷണൽ സെക്രട്ടറിയുടെ മുൻപാകെ എത്തി ഹിയറിങ്ങിന് ഹാജരാകാനും ഒപ്പം തന്നെ ആ പരാതിയുടെ വിവരങ്ങൾ പറയാനുമൊക്കെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ്. സാങ്കേതിക സർവകലാശാലയിൽ സമാനമായൊരു സംഭവം ഉണ്ടാകുന്നു, മന്ത്രിയുടെ അരികിലേക്ക് പരാതി എത്തുന്നു. ആ പരാതിയിലും സമാനമായ രീതിയിൽ ഹിയറിംഗ് നടത്താൻ അഡീഷണൽ സെക്രട്ടറിയെ മന്ത്രി ചുമതലപ്പെടുത്തുന്നു. അതും ഒരു രജിസ്ട്രാറോട് തന്നെയാണ്, സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറോട് തന്നെയാണ് നേരിട്ട് ഹാജരാകാനെന്ന് ആവശ്യപ്പെട്ടത്. ആ വിവാദം കെട്ടടങ്ങും മുൻപാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ലഭ്യമായിട്ടുള്ള പരാതിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ലഭ്യമായ പരാതിയിൽ ആ സർവകലാശാലയുടെ ചുമതലയുള്ള രജിസ്ട്രാറോട് തന്നേക്കാൾ ചുമതല കുറഞ്ഞ് ചാർജ് കുറഞ്ഞൊരു വ്യക്തിയുടെ മുൻപിൽ ഹാജരായി വിശദാംശങ്ങൾ നൽകാനും ആ ചോദ്യം ചെയ്യലിലടക്കം ഹാജരാകാനും മന്ത്രിയുടെ ഓഫീസ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും വിവാദമാവുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെയും മന്ത്രിയുടെ ഇടപെടൽ. ദേവിക. ശാലിനി, അതോടൊപ്പം തന്നെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് നിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതിൽ മന്ത്രി ഏത് തരത്തിലുള്ള ന്യായീകരണമാണ് പറയുന്നത്? മന്ത്രിയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ? ദേവിക, ഇത്തരത്തിൽ ഒരു വാർത്ത വന്നതിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നതിലോ മന്ത്രി ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു വാർത്താക്കുറിപ്പ് പോലും ഈ ഘട്ടത്തിൽ വന്നിട്ടുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിലും ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനോ സർവകലാശാലകളിലും ഒപ്പം തന്നെ അഫിലിയേറ്റഡ് കോളേജുകളിലും പരിശോധന നടത്താനോ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഒന്നും നടത്താനോ ഉള്ള അവകാശങ്ങളില്ല. അതായത് അതെല്ലാം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് UGCയുടെയും അല്ലെങ്കിൽ സർവകലാശാല നിയമപ്രകാരവും ഒക്കെ അത് സർവകലാശാലയുടെ ചാൻസലർക്കാണ്. ചാൻസലർ എന്ന് പറയുമ്പോൾ അത് ഗവർണറാണ്. നിലവിൽ അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചുമതലയൊക്കെ തങ്ങളുടെ പക്കലാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് സർവകലാശാല ഭേദഗതി ബില്ല് സർക്കാർ കൊണ്ടുവന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് അവതരിപ്പിച്ച് എന്തായാലും മന്ത്രിയുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടൊരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ മന്ത്രിക്ക് കൃത്യമായ ന്യായീകരണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.